ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്പീക്ക് ഔട്ട് ലൗഡ്ലി. എല്ലാം മച്ചമാർക്കും സുഖാന്ന് വിചാരിക്കുന്നത് guys. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി പബ്ലിക് ഒപ്പീനിയൻ വീഡിയോ എടുക്കാനായിട്ടാണ്. വേറൊന്നുമില്ല ഗൈസ്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അപ്പോൾ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊരു ചോദ്യമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എവരിതിങ്, ലെറ്റ്സ് ഹിയർ അബൌട്ട് എവരിതിങ്. ഇത് എന്റെ ഏരിയ ആണ്. എനിക്കിവിടെ വേറെയും കളികളുണ്ട്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്? അതായത് നമ്മൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ? സാധിക്കില്ലെന്നൊന്നുമില്ല. ഇപ്പൊ ബേസിക്കലി ഒരു അമ്മ ഒരു കുട്ടീനെ കാണുന്ന മുന്നേ തോന്നുന്ന സ്നേഹം നമുക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിട്ട് കാണാം. സോ ഇറ്റ്സ് പോസിബിൾ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് കേട്ടിട്ടില്ലേ? അതായത് ആദ്യം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന ലവ്, ആദ്യം കണ്ടപ്പോൾ തന്നെ ക്രഷ് അടിച്ചു എന്നുള്ള സംഭവം. അപ്പൊ അതിന് എത്രമാത്രം സത്യസന്ധതയുണ്ട്? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ശരിക്കും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊരു സംഭവം? അതിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് പറയാനില്ല, പക്ഷെ അങ്ങനെ സംഭവം ഉണ്ട്. ഇതിൽ എത്രമാത്രം സത്യസന്ധത ഉണ്ടെങ്കിൽ അതിലൊന്നും സത്യസന്ധത ഉണ്ടാവാം. മേ ബി ചിലപ്പോൾ അട്രാക്ഷൻ ആയി. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് പോലെ. ചേച്ചി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു? ചേച്ചിയോട് ആർക്കെങ്കിലും അങ്ങനെ അതെനിക്ക് അറിയത്തില്ലല്ലോ. അത് പറഞ്ഞില്ല. ഇല്ല എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ കോമൺലി ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒന്നും തോന്നിയിട്ടില്ല. ചേച്ചിക്ക് ഉണ്ടായിട്ടില്ല? ഇല്ല ഇല്ല. അല്ല, അതിൽ എത്രമാത്രം സത്യസന്ധത ഉണ്ടാവും? ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉണ്ടാവായിരിക്കും. അത് ഓരോരുത്തരുടെ ഓരോ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. പക്ഷെ എന്റെ ഒപ്പീനിയൻ എനിക്കെന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഫസ്റ്റ് തോന്നിയിട്ടില്ല. സൈറ്റിൽ ആരോട് ഇഷ്ടം തോന്നിയിട്ടില്ല? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അങ്ങനെ എനിക്ക് ആരോടും തോന്നിയിട്ടില്ല. മേ ബി ഉണ്ടാവുമായിരിക്കും. അതായത് നമ്മളിപ്പോ ഒരാളെ കാണുമ്പോ ഫസ്റ്റ് ഇപ്പോ സൈറ്റ് കണ്ടിട്ട് തന്നെയല്ലേ ഇഷ്ടപ്പെടുക. തീർച്ചയായിട്ടും. എങ്കിലും അത് നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള ലവ് ഉണ്ട്, അതായത് സിൻസിയർ ആയിട്ട് ലവ് ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിലൂടെ അങ്ങനെ ചിലത് ഓക്കെ ആവും, ചിലപ്പോ ഓക്കെ ആവില്ല. അത് ഓരോരുത്തരുടെ എന്താ പറയാ പെട്ടെന്ന് മനസ്സിലാവില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മനസ്സിലാവുള്ളൂ. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഉണ്ട്, ഇല്ല എന്ന് ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ചേച്ചിയോട് ആരെങ്കിലും ആരെങ്കിലും വന്ന് പറഞ്ഞു? എന്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഹസ്ബൻഡ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിച്ചിട്ടാണോ? അതെ, അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ചേച്ചിയോട് പറഞ്ഞിട്ടില്ല, ചേച്ചിക്ക് അറിയില്ല. ഇല്ല, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതിൽ എത്രമാത്രം സത്യസന്ധത ഉണ്ടെന്ന് വിചാരിക്കും? ഒട്ടുമില്ല. ജസ്റ്റ് നമുക്കൊരു ക്രഷ് തോന്നാം, അത്രേ ഉള്ളൂ. ക്രഷ് ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരു ക്രഷ് ആ ഓക്കെ. നമ്മളിപ്പോ എങ്ങനെ ഒരു ഫിലിം സ്റ്റാറിനെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ തോന്നുന്നു അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും അതിലൊരു 100% നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരാളെ ലൈഫ് പാർട്ട്ണർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട് ചേച്ചി അങ്ങനെ ആരോടും തോന്നി? നമുക്ക് ചിലപ്പോ പുറത്തന്നെ കാണുമ്പോ തോന്നാറുണ്ട്, ചിലപ്പോ നിങ്ങളോടൊന്നും ചിലപ്പോ തോന്നാം. അങ്ങനെയൊക്കെ നമുക്ക് ക്രഷ് അത്രേ. നമുക്ക് ആ ഒരു നമ്മുടെ മനസ്സിൽ ഒരാളുടെ രൂപം എങ്ങനെയാ വെച്ചാൽ നമുക്ക് ആ ഒരു രീതിയിൽ തോന്നാം. അല്ലാതെ നമുക്കത് ലൈഫ് പാർട്ട്ണർ ആക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ടൈം ലൈഫ് എന്തായാലും അത് മൂവ് ആവില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇല്ല. അങ്ങനൊന്നുണ്ടാവില്ല. ഓരോ ഒപ്പീനിയൻ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ചേച്ചിന്റെ ഒപ്പീനിയൻ എന്താ? എന്റെ ഒപ്പീനിയൻ എനിക്കത് ലവ് ഒന്നും ആയിരിക്കില്ല, ജസ്റ്റ് ഇൻഫാക്ച്വേഷൻ ആയിരിക്കും. കാണുമ്പോ ഉണ്ടാവുന്ന ആ ഒരു നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്നില്ല, അതൊക്കെ മൂവീസ് അല്ലേ. അത് വെച്ചാണല്ലോ നമ്മൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ കേട്ടത്. കൂടുതൽ മൂവീസ് ഒന്നും റിയാലിറ്റിയിൽ നടക്കില്ല. പെട്ടെന്ന് ലവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങോട്ട് വന്ന് തോന്നിയിട്ടുണ്ടോ? പറഞ്ഞിട്ട് കുറച്ച് പേര്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് സത്യമാണെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല. ഫ്ലഷ് ആയിരിക്കും, പക്ഷെ ലവ് എങ്ങനെയാണ് ആയിരിക്കണം നമ്മളൊരു പങ്കാളിയെ കണ്ടെത്തേണ്ടത്? എങ്ങനെയാണ് ചോദിച്ചാ ക്രഷ് കിട്ടി, പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ക്രഷ് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും, അത് വേണമെങ്കിൽ വരും. പക്ഷെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പേഴ്സണലി എനിക്കില്ല. ഐ മീൻ അതിനോട് വലിയ യോജിപ്പില്ല. എന്ത് കണ്ടിട്ടായിരിക്കണം നമ്മള് സംസാരിച്ച് ഓക്കെ ആണോ, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഓക്കെ ആണോ, അവരെങ്ങനെയായിരിക്കും, അഡ്ജസ്റ്റ്മെന്റ് വേണമല്ലോ എന്തായാലും. അതൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞാൽ അതിൽ ഒരാൾക്കേ വിശ്വാസം ഉണ്ടാവുള്ളൂ, വേറൊരാൾക്ക് അറിയില്ലല്ലോ. ഈ പേഴ്സണലി നോക്കുന്നത് ഇപ്പൊ ട്രൂലമായിട്ട് അത് കണ്ടുപിടിക്കാൻ ഒരിക്കലും പറ്റില്ല. ജസ്റ്റ് ഒരു അട്രാക്ഷൻ തോന്നാൻ അട്രാക്ഷൻ. ഫസ്റ്റ് സൈറ്റ് എന്നുള്ള സംഭവത്തിനെ കുറിച്ച് ചേച്ചിക്ക് വിശ്വാസമുണ്ട്? വിശ്വാസം പറയാം, എനിക്ക് തോന്നിയിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അതുപോലെ ഇങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. മെയിൻ ക്യാരക്ടർ അങ്ങനെ ഒരു സംഭവം മറ്റുള്ളവർക്ക് പലർക്കും തോന്നാറുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ ഈ വാക്ക് വന്നിരിക്കുന്നത്.
അപ്പൊ അതിൽ എത്രമാത്രം സത്യസന്ധത ഉണ്ടെന്ന് ഒരു 50% ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവും maybe, ല്ലേ? ചിലപ്പോ. Okay. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, കാരണം അത് വെറും അട്രാക്ഷൻ ആണ്. എന്തുകൊണ്ടാ അപ്പൊ ഈ സിനിമയിലൊക്കെ നമുക്ക് കാണുന്നുണ്ടല്ലോ, അങ്ങനെ കണ്ടിട്ടാണല്ലോ ഈ വാക്കുകൾ നമ്മൾ പഠിച്ചത്. അതായത് ലവ് അറ്റ് ഫസ്റ്റ് ഇല്ലല്ലോ. ഈ വാക്ക് പഠിച്ചത് നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇതിനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും അതിനോട് തന്നെ? ഒരു മെജോറിറ്റിയും അങ്ങനെ തന്നെയാണ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ട്. അപ്പൊ ചേട്ടൻ എന്ത് കാണുമ്പോഴാണ്, അല്ലെങ്കിൽ ചേട്ടന്റെ ഫസ്റ്റ് സൈറ്റ് എന്താണ്? ചേട്ടന് പെട്ടെന്ന് ലവ് തോന്നാൻ നോട്ടത്തില് ഫിസിക്കൽ അട്രാക്ഷനിൽ ഇതാകും. ബാക്കി പിന്നീട് നമ്മള് കണ്ട് മനസ്സിലാക്കുന്നതിനനുസരിച്ച് ലവിലേക്ക് കൊണ്ടുപോകും. ലവ് ആയിട്ട് ഫസ്റ്റ് ആയിട്ടൊന്നുമില്ല, അട്രാക്ഷൻ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ലവ് ഒന്നും എന്തായാലും ഫസ്റ്റ് കണ്ടുണ്ടാവില്ല. എന്തുകൊണ്ടായിരിക്കും ഉണ്ടാവില്ല എന്ന് പറയുന്നത്? ലവ് എന്ന് പറയുമ്പോൾ നമ്മള് പരിചയപ്പെട്ട ആളുടെ ക്യാരക്ടറും പേഴ്സണാലിറ്റീസും ഒക്കെ മനസ്സിലാക്കിയിട്ട് വരുന്നതല്ലേ. ആദ്യം കണ്ടതിന് തോന്നുന്ന അട്രാക്ഷൻ ആണ്. കൂടുതൽ കുറെ പേര് പറയുന്നുണ്ട് ആയവരുടെ പേഴ്സണാലിറ്റി മാച്ച് ആവുന്നുണ്ടെങ്കിൽ പിന്നെ അത് ലവ് ആവുമായിരിക്കും. ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ടല്ലോ അല്ലേ? മനുഷ്യന്മാരെ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും വിശ്വാസമില്ല. ഇല്ല. ചേച്ചിക്ക് വിശ്വാസമില്ല. ഇല്ല. ശരിക്കും സത്യമാണോ? എനിക്കറിയില്ല. അറിയില്ല. അല്ല നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ടല്ലോ. അല്ല, എനിക്ക് അങ്ങനെ ആരോട് തോന്നിയിട്ടൊന്നുമില്ല. അല്ല, ചേട്ടന് തോന്നിയിട്ടില്ല എന്നുള്ളതൊക്കെ. പക്ഷെ ഭൂരിഭാഗം അങ്ങനെ ഒരു വാക്ക് വരാൻ കാരണം കുറച്ച് പേർക്ക് അത് കിട്ടിയിട്ടുണ്ടാണല്ലോ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ പെട്ടെന്ന് ഇഷ്ടം തോന്നി എന്നുള്ള ഒരു കാരണം കൊണ്ടാണല്ലോ. അപ്പൊ അതിലെത്ര അപ്പിയറൻസ് കൊണ്ട് അങ്ങനെ തോന്നുന്നത്, ആ ഡ്രസ്സ്, ഔട്ട്ഫിറ്റ്, അതൊക്കെ കൊണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ അതിൽ ആത്മാർത്ഥമായിട്ടുള്ള ലവ് ഉണ്ടെന്ന് അങ്ങനെ ഉണ്ടാവും. അങ്ങനെയും ഉണ്ടാവും. മേ ബി ചിലപ്പോ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസും ആയിരിക്കാം. നമുക്കിപ്പോ ഒരാളെ പെട്ടെന്ന് കണ്ടതും ഇഷ്ടം തോന്നണമെന്നില്ല. ജസ്റ്റ് ഒരു അട്രാക്ഷൻ. എന്നാലും ചേച്ചിയോട് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ട്? പിന്നെന്താ, തോന്നിയിട്ടുണ്ട്. തോന്നാതിരിക്കോ? സ്വാഭാവികം തോന്നിയിട്ടുണ്ട്. എന്തായാലും ഫിസിക്കൽ അപ്പിയറൻസ് തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ ഒരാളെ നമ്മള് അവരുടെ ക്യാരക്ടർ അറിയാതെ കണ്ട് മനസ്സിലാക്കുന്നത് ഫിസിക്കൽ അപ്പിയറൻസിൽ തന്നെയാണ്. പിന്നീട് അത് പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ലവിലേക്ക് കൺവേർട്ട് ആവും. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ എത്രമാത്രം സത്യസന്ധത നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ പറ്റും? ഉണ്ട്. പക്ഷെ അത് ഓരോ ആൾക്കാരുടെ സ്വഭാവത്തിന് അതിനെ സംബന്ധിച്ചിരിക്കും. ചേട്ടൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആരായിട്ടാണ് ആ അനുഭവം എന്ന് പറയുന്നത്? അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ +2 ലൈഫിലാണ് നമുക്ക് ഉണ്ടായത്. നമ്മൾ നടന്നു പോകുമ്പോൾ ആ കുട്ടീനെ പെട്ടെന്ന് കണ്ടു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഭയങ്കര ഇഷ്ടമായ കുട്ടികൾ മനസ്സിലായി. എന്തൊക്കെയോ ആയില്ലേ? എന്തൊക്കെയോ ആയി. അങ്ങനെ അതുകൊണ്ടപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ് ചിലവർക്ക് ചില സമയങ്ങളിൽ തോന്നാറ്. അതിലൊന്നും എനിക്ക് അത്ര താല്പര്യമില്ലാത്ത ആളാണ്. ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഫസ്റ്റ് ഞാൻ പറയുന്നത് വേണ്ട എന്ന് പറയും. പിന്നെ നല്ലതാണെങ്കിൽ കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. ലവിന് സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അതായത് ചേച്ചിക്ക് പെട്ടെന്ന് ഒരു ആളെ കണ്ടോ ഇഷ്ടം തോന്നും, അങ്ങനെ തോന്നുന്നു സാധാരണ? ശരിക്കും അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും എന്തായാലും ഉണ്ടാവുമല്ലോ, എല്ലാവരുടെ മനസ്സിലുണ്ടാവുമല്ലോ ഒരു. ഇപ്പൊ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ട് ശരിക്കും? തീർച്ചയായിട്ടും ഉണ്ട്. ചേച്ചിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന്? അല്ല, എനിക്ക് അനുഭവം ഉണ്ടായിട്ടല്ല, അങ്ങനല്ല. ചേച്ചിയോടോ അല്ലെങ്കിൽ ചേച്ചിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല? നമ്മളിങ്ങനെ നോക്കുമ്പോ നമുക്ക് ഒരാളുടെ അടുത്ത് കാണുമ്പോ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലാതെ പ്രണയത്തിലോട്ട് പോയിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. വീഡിയോയുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ ചാനൽ ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ക്യാമറമാൻ നവാസിനോടൊപ്പം signing out.